ഹായ്, എല്ലാവർക്കും നമസ്കാരം. തുടരും സിനിമ കണ്ടു. നല്ല അടിപൊളി ഫാൻ ബോയ് സംഭവമാണ്. ഇതാണ് ഒരു ഫാൻ ബോയ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കിടിലം പറഞ്ഞു കഴിഞ്ഞാൽ കിടിലോസ്കി പടം കേട്ടോ. നമ്മൾ കാണാൻ കൊതിച്ചിരുന്ന ഒരു ലാലേട്ടനുണ്ട്. ആ ലാലേട്ടന് നമുക്ക് ഈ സിനിമയിൽ കിട്ടും. തരുൺ മൂർത്തി പറഞ്ഞ പോലെ ഇതൊരു ഫാമിലി ഡ്രാമ ആണെങ്കിൽ കൂടി അതിലൊരു ക്രൈം ത്രില്ലർ കൂടി ഉണ്ട്. അതായത് ലാലേട്ടനോടൊപ്പം തന്നെ പറയേണ്ട ഒരു ക്യാരക്ടറാണ് പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ ഒരു വ്യക്തി. അതായത് അദ്ദേഹമാണ് ഇതിൽ മെയിൻ വില്ലൻ. എൻ്റെ പൊന്നു, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക എന്ന് പറയില്ലേ, അതുപോലെയാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ ആൾക്കാരെ കുറിച്ചും പറയാനുണ്ട്. ഒന്നാമത് പറയാനുള്ളത് ഹാറ്റ്സ് ഓഫ് ടു തരുൺ മൂർത്തി. പുള്ളിയാണ് ഇതിൻ്റെ മെയിൻ കപ്പിത്താൻ. ദൃശ്യം സിനിമയിലൊക്കെ നമ്മൾ കണ്ട് മറന്ന ഒരു ലാലേട്ടനുണ്ട്. അത് ഈ തുടരും സിനിമയിൽ നമുക്ക് കിട്ടും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തരുൺ മൂർത്തി ഇത് ചെയ്തിട്ട്. അതിന് തരുൺ ചേട്ടാ ഒരു താങ്ക്സ്. എല്ലാ സിനിമയിലും വേണ്ടത് ഒരു ഇമോഷണൽ കണക്റ്റാണ്. അത് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകനുമായിട്ട് ആ ഇമോഷൻ കണക്റ്റ് ആയില്ലെങ്കിൽ, അവർ പറയുന്ന ആ കഥയുടെ ഇമോഷൻ പ്രേക്ഷകനായിട്ട് കണക്റ്റ് ആയില്ലെങ്കിൽ ആ പടം വിജയിക്കില്ല. അതിവിടെ നന്നായിട്ട് നമുക്ക് പ്രേക്ഷകന് മനസ്സിലാകുന്ന രീതിയിൽ. പിന്നെ നമ്മൾ പറയേണ്ടത് നമ്മുടെ സ്വന്തം ലാലേട്ടന് വേണ്ടി തരുൺ മൂർത്തി ഒരുക്കി വെച്ചിരിക്കുന്നതും ഒരു ഫാൻ ബോയ് സംഭവം തന്നെയാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനത്തെ ലാലേട്ടനെയാണ് നമുക്ക് വേണ്ടത്. ലാലേട്ടൻ നമ്മളെ കൊണ്ടുപോകും ഓരോ രീതിയിൽ. ലാലേട്ടനാണ് ഈ സിനിമേനെ ഫുള്ള് ഷോൾഡർ ചെയ്തേക്കുന്നത്. പുള്ളിയുടെ ആ ഇടത് തോളിലാണ് ആ സിനിമ മൊത്തം ഇരിക്കുന്നത്. അതുപോലെ കൊണ്ടുപോയി നമ്മളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞത് ഇതാണ് ഫാമിലി, ഇതാണ് ഫാമിലിയിലെ മെമ്പേഴ്സ്, ഇവരൊക്കെയാണ് നാട്ടുകാർ എന്നൊക്കെ പറഞ്ഞ് അതിൽ ഒരു പട്ടിയുണ്ട്, രണ്ട് പട്ടികളുണ്ട്. രണ്ട് പട്ടികളും ഇതിലൊരു കഥാപാത്രമാണ്. അതേപോലെ തന്നെ കാറ്, ലാലേട്ടൻ്റെ അംബാസഡർ കാറ് മാർക്ക് 1 മോഡല്, അതും ഈ സിനിമയിൽ ഒരു പ്രധാന ക്യാരക്ടറാണ്. അതായത് ഒരു പട്ടിയും കാറും എല്ലാം ഇതിലൊരു പ്രധാന ക്യാരക്ടറായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഒരു സംവിധായകൻ്റെ കഴിവാണ്. അതിന് താങ്ക് യു തരുൺ ചേട്ടാ. അത് പറയാതിരിക്കാൻ വയ്യ. ലാലേട്ടൻ ഇതിൽ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്, നമ്മളെ കരയിപ്പിക്കുന്നുണ്ട്, നമ്മളെ ഈ രോമാഞ്ചം കൊള്ളിക്കുന്നുണ്ട്. ആ സീനൊക്കെ ഉണ്ട്. ഞാൻ ആ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ ലാലേട്ടൻ്റെ ചില സീൻസ്, അത് നമ്മൾ ലാലേട്ടൻ കരയുന്ന കുറേ സീൻസ് ഉണ്ട്. അതിലൊക്കെ നമ്മളും അറിയാതെ കരഞ്ഞു പോകും, നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ലാലേട്ടൻ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അതേപോലെ തന്നെ ചില നല്ല കിഡിലോസ്കി അട്ടാറായിട്ടുണ്ട്. അതിൽ അട്ടാറ് ഫൈറ്റ് സീൻ ഉണ്ട് മോനെ. ആ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ ഫൈറ്റ് സീന് ഇതാണ്. പിന്നെ ഇതിൽ അടുത്ത് പറയേണ്ട മെയിൻ ക്യാരക്ടർ, ബാക്കിയുള്ള ക്യാരക്ടറൊക്കെ എല്ലാവരും നല്ല ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാലേട്ടനൊപ്പം, അതായത് എവിടെയാണോ വില്ലൻ മികച്ചു നിൽക്കുന്നത് അവിടെയായിരിക്കും നടൻ്റെ ടാലൻ്റ് അറിയാൻ പറ്റുക. ഇഞ്ചോടിഞ്ചാണ് ലാലേട്ടൻ എങ്ങനെ നിൽക്കുന്നു അതേപോലെ തന്നെയാണ് പ്രകാശ് വർമ്മ പറഞ്ഞ പുള്ളിക്ക്. അതായത് നമ്മുടെ വോഡഫോണിലൊക്കെ സൂസുവിൻ്റെ ഒരു പരിപാടി വന്നിട്ടുണ്ട്. ഈ ബൊമ്മ, വെള്ള കളർ ബൊമ്മയുടെ ഒരു വീഡിയോ വരില്ലേ, ചെറിയ വീഡിയോ ആയിട്ട് വോഡഫോണിൻ്റെ, അത് ചെയ്ത ആ ഡയറക്ടറാണ് പ്രകാശ് വർമ്മ. പുള്ളിയാണ് ഇതിൽ മെയിൻ വില്ലൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പുള്ളി ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കെന്ന് പറയില്ലേ, അതുപോലെയാണ് പുള്ളി ലാലേട്ടന് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. പുള്ളിയുടെയൊക്കെ ക്യാരക്ടർ എഴുതി വെച്ചിരിക്കുന്നത് പുള്ളി ചെയ്തിരിക്കുന്നതുമില്ലേ, അത് സമ്മതിച്ചു കൊടുത്തു. അത് ക്രെഡിറ്റ്സ്, അതായത് ഈ സിനിമയുടെ ഫുൾ ക്രെഡിറ്റ്സ് പോകുന്നത് തരുൺ മൂർത്തി എന്ന സംവിധായകനാണ്. പുള്ളിയാണ് ഇതിൻ്റെ മെയിൻ. പിന്നെ ശോഭന ചേച്ചി, പുള്ളിക്കാരി ഓൾറെഡി തെളിയിച്ചതാണ് അഭിനയം എന്താണ്, എങ്ങനെയാണ് അഭിനയം എന്നെല്ലാം തെളിയിച്ചതാണ്. അപ്പോൾ ഇതിൽ പുള്ളിക്കാരിക്ക് കൊടുത്ത റോള് അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ മക്കളായിട്ട് വന്ന 2 പേര്, അവരും നല്ല രീതിയിൽ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മണിയമ്പിള്ള രാജുണ്ട്, ഇർഷാദൊക്കെ ഉണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. ലാലേട്ടനെക്കാട്ടിലും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ സമയം ലാലേട്ടൻ ഫാൻസ് ആയിരിക്കും. അവർ കാത്തിരിക്കുന്നൊരു സിനിമയാണിത്. കാരണം അവർ ഇതുപോലത്തെ ഒരു സിനിമ കൊതിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അങ്ങനത്തെ ഒരു പടമാണിത്. ലാലേട്ടൻ ഫാൻസിന് മൊത്തം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണിത്. സോങ്സ് എല്ലാം നന്നായിട്ടുണ്ട് ഈ സിനിമയിൽ. പിന്നെ ഇതിൽ ടൈറ്റിൽ കാർഡ് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഈ സിനിമയിൽ മോഹൻലാലിനെ എഴുതി കാണിക്കുമ്പോൾ ടൈറ്റിൽ കാർഡുണ്ട്. അത് ഇതുവരെ ലാലേട്ടൻ സിനിമകളിലൊന്നും കാണാത്ത തരത്തിലൊരു ടൈറ്റിൽ കാർഡാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ടൈറ്റിൽ കാർഡ്. ആ ടൈറ്റിൽ കാർഡ് പോലും ഈ സിനിമയിലൊരു ഘടകമാണ്.
ആ ടൈറ്റിൽ കാർഡിൽ കാണിക്കുന്ന ഒരു പിക്ചർ ഉണ്ട്, അത് ഈ സിനിമയിലൊരു ഘടകമാണ്. ഈ സിനിമയിലൊരു ഡയലോഗും അതിനെ ചുറ്റിപ്പറ്റി വരുന്നുണ്ട്. അതാണ് ഈ സിനിമ ഒരു പ്രാന്തൻ ഫാൻ ബോയുടെ സിനിമയാണ്. അതായത് ഒരു പ്രാന്തൻ ഫാൻ ബോയ് ആയ ഡയറക്ടർ ചെയ്ത പടമാണ്. ഇതൊരു ഫാൻ ബോയ് സംഭവം എന്ന് തന്നെ പറയാം. ആ രീതിയിൽ പടം ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈറ്റിൽ കാർഡ് അടിപൊളിയാണ്, ലാലേട്ടൻ്റെ എൻട്രി അടിപൊളിയാണ്, ലാലേട്ടൻ്റെ ഫാമിലി മൊമെൻറ്റ്സ് അടിപൊളിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എന്താണെന്ന് ആകാംക്ഷയിലിരിക്കും. പിന്നെ ഇൻ്റർവെൽ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാളത്തിൻ്റെ ഒരു ലെവൽ മാറും. അപ്പം കണ്ട ഫാമിലി ഡ്രാമയൊന്നും അല്ല, ആ ഫാമിലി ഡ്രാമയിൽ ഒരു ഷിഫ്റ്റ് ഉണ്ട്. അത് മോനെ സൂപ്പർ. ഇത് ലാലേട്ടൻ്റെ കട്ട ആരാധകൻ സംവിധാനം ചെയ്ത നല്ല കിഡിലോസ്കി പടമാണ്. എല്ലാവരും പോയിട്ട് പടം കാണണം. ഇനിയിപ്പോൾ വരും നമ്മുടെ ചിരഞ്ജീവി അണ്ണൻ റീമേക്ക് റൈറ്റ്സുമായിട്ട്. ചിരഞ്ജീവി അണ്ണനും ചിലപ്പോൾ വരുമായിരിക്കും, നമ്മുടെ സൽമാൻ ഖാനും വരുമായിരിക്കും.